പോയിരിക്കും. എന്തായാലും അവരൊന്നും നിന്റെ ക്ലാസ്സിൽ പഠിക്കണവരെന്നല്ലോ, നിന്റെ ചേച്ചിമാരുടെ ക്ലാസ്സിൽ പഠിക്കണവരല്ലേ. അത് കുഴപ്പമില്ല. നിന്റെ ക്ലാസ്സിലായിരുന്നെങ്കിലേ ഈ നാണം കെട്ട് പോയിരുന്നു. അവര് ചിരിച്ചട്ടെ, എന്റെ മോളത് കാര്യമൊക്കെ വേണ്ട. അവരപ്പോ താനെ നിർത്തിക്കൊടുട്ടാ. ചെല്ലു ചെല്ലു, മോള് പോയി കുളിച്ചിട്ട് വേഗം ഡ്രസ്സൊക്കെ മാറിയിട്ട് വാ. പൊക്കെ പൊക്കെ, ടീച്ചറും വന്നിട്ടില്ലേ. ടീച്ചർ എന്തായാലും നിന്നെ ചോദിക്കും. അമ്മ അപ്പോഴേക്കും ജ്യൂസ് കലക്കട്ടെ കേട്ടോ. മോള് പോയി കുളിക്ക്. ഓറഞ്ച് ഇവിടെ ഇഷ്ടം പോലെ ഇരിക്കുന്നുണ്ട്, അപ്പൊ ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കാം. എടി ഭയങ്കര അത്രക്കൊക്കെ വേണോ? ശരി ശരി, നീ പോയി കുളിക്കാദ്യം. ഈ പെണ്ണിന്റെ ഒരു കാര്യം. ടീച്ചറിനെ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല വീട്ടിലോട്ട് വരാമെന്ന്. ഞങ്ങൾ ഇന്നലെ തന്നെ ഹോസ്പിറ്റലിലേക്ക് വരണമെന്നാണ് വിചാരിച്ചത്. പിന്നെ സ്കൂൾ ടൈം അല്ലേ, മേഡം സമ്മതിച്ചില്ലെങ്കിലോ, അതാ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് സാറ്റർഡേ വരാമെന്ന് പറഞ്ഞത്. ഞാൻ കരുതി ഈ നീതു അല്ലെങ്കിൽ സൈനബ നിന്നോട് പറഞ്ഞിട്ടുണ്ടാവുന്നു, കാരണം നിങ്ങൾ അടുത്ത നൈബേഴ്സ് അല്ലേ. ഇവരെന്നെ രണ്ടുപേരെന്നെ ഇന്നലെ ഒന്നും ഈ വഴിക്ക് കണ്ടതേ ഇല്ല. അതിന് നീ ഇന്നലെയൊക്കെ ഹോസ്പിറ്റലിലല്ലായിരുന്നു, അതാ ഞങ്ങൾ ഇങ്ങോട്ട് വരായിരുന്നത്. പിന്നെ ഇന്നൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു നിങ്ങൾക്ക്. സത്യം, ഞങ്ങൾക്ക് എല്ലാവർക്കും അതൊരു ഹാപ്പി ആയി. വരൂ ടീച്ചർ, കുഞ്ഞിനെ കാണാം. ഓക്കെ, എല്ലാവരും സൈലന്റ് ആയിട്ട് വരൂ. അയ്യോ, ഇവിടെ അങ്ങനൊന്നുമില്ല. എല്ലാവരും സംസാരിച്ചോളൂ. എന്തിനാ ഇങ്ങനെ സംസാരിക്കാണ്ടിരിക്കുന്നത്? നിങ്ങളെല്ലാവരും വന്നപ്പോ ഒന്ന് ഉഷാറായിട്ടുണ്ട് എല്ലാവരും. അല്ല, നമ്മുടെ ചക്കിമോൾ എന്തി? അവളെ കാണുന്നില്ലല്ലേ കൂട്ടത്തില്? ചക്കിമോളും ഞാനിവിടെ കളിക്കായിരുന്നമ്മേ. ഇവരെ കണ്ടപ്പോ ചക്കിമോള് പെട്ടെന്ന് ഓടിപ്പോയി. ഇന്ന് കുളിച്ചിട്ടില്ല ചക്കിമോള്. അയ്യോ, അത് വളരെ കഷ്ടമായി പോലെ. അത് സാരല്ല, കുളിച്ചിട്ടാണ് വന്നോളൂ. ആരാ ഇവിടെ വന്നിരിക്കുന്നത്? അതമ്മേ, പാറുവിന്റെ ക്ലാസ്സിലെ ടീച്ചറും കുട്ടികളാ. അത് ശരി, പാറുവിന്റെ ലക്ഷ്യം ടീച്ചറാണ് ഈ വന്നിരിക്കുന്നത്. ഇവളെ കണ്ടിട്ട് ടീച്ചറെ ലുക്കൊന്നുമില്ലല്ലോ, ഒരു കൊച്ചു കുട്ടിയെ പോലെ ഉണ്ടല്ലോ. അതച്ഛമ്മേ, ഞങ്ങളുടെ ടീച്ചറെ കണ്ടാലേ ടീച്ചറാണെന്നൊന്നും പറയില്ല, പക്ഷെ നല്ല ടീച്ചറാ ഞങ്ങൾക്ക്. എന്താ കൊച്ചെ നിന്റെ പേര്? ശ്രേയ. ഓ, ഇരുന്നോളൂ ഇരുന്നോളൂ. വലുതാരെ കാണുമ്പോ ബഹുമാനമുള്ളതൊക്കെ നല്ലതന്നെ. ടീച്ചർ ഇരുന്നോളൂ അവിടെ. ഇല്ല, ഞാൻ നിന്നോളാം. അച്ഛൻ ഇരുന്നോളൂ. കുഴപ്പമില്ല മോളെ, നമ്മുടെ വീട്ടിൽ വന്ന അതിഥിയല്ലേ നീ. നീ അവിടെ ഇരിക്കും, ഇരുന്ന് സംസാരിച്ചോ. ശ്രേയ ടീച്ചറുടെ വീട് എവിടെയാണ്? എന്റെ വീട് വരെ സ്കൂളിനടുത്ത് തന്നെയാണ്, പക്ഷെ ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ US-ലാണ്. ഡാഡിക്കും മമ്മിക്കും US-ല് ജോലിയായിരുന്നു, അപ്പൊ ഞാനും അവിടെ തന്നെയായിരുന്നു. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് സെറ്റിൽഡ് ആവുമായിരുന്നു. കണ്ടച്ചമ്മേ, ഞങ്ങൾക്ക് അമേരിക്കക്കാരിയൊക്കെയാണ് ടീച്ചറായിട്ട് വന്നിരിക്കുന്നത്. കണ്ട ഞങ്ങളുടെ ഇത്. ആട്ടെ, നിങ്ങൾ എല്ലാരും എന്തെങ്കിലും കഴിച്ചോ? ചായ എന്തെങ്കിലും കുടിച്ചോ? അതൊന്നും വേണ്ടച്ചമ്മേ. അങ്ങനെ പറഞ്ഞാ പറ്റത്തില്ല. എന്റെ വീട്ടിലോട്ട് വന്നിട്ട് ഒന്നും കഴിക്കാണ്ട് പോവേ. നടക്കില്ല നടക്കില്ല. അവളെവിടെ? വീണ? എന്തേലും ഇവർക്ക് കുടിക്കാടുക്കാൻ പറയേ. അവള് ജ്യൂസ് ഉണ്ടാക്കുന്നുണ്ടമ്മേ. അവരോട് കുഞ്ഞിനെ കാണാൻ വന്നോണം പറയായിരുന്നു. ശരി ശരി, മക്കള് പോയിട്ട് കുഞ്ഞിനെ കണ്ടോളൂ. ഓ ശരി അച്ഛമ്മേ, എല്ലാരും വാ വാ, എല്ലാരും വാ കുഞ്ഞാവനെ കാണാന്. വാ സൈനബ, നീതു, ടീനു, എല്ലാരും വാ. മോളെ എവിടത്താണ്? ഞാനോ? ഇതിനു മുന്നേ ഒന്നും ഇങ്ങോട്ട് കണ്ടിട്ടില്ലല്ലോ. ഞാൻ പാറുവിന്റെ ലക്ഷ്മി ക്ലാസ്സിലെ ഫ്രണ്ടാണ്. ഞാൻ ടീനു, ഞാനാണ് ക്ലാസ് ലീഡർ. മിടുക്കി, ക്ലാസ് ലീഡർ ഒക്കെ ആണല്ലേ. ശരി ശരി, താങ്ക് യു അച്ഛമ്മേ. ചെല്ലേ, അവരെ കൂടെ പൊക്കോ. ഹായ് അനു ചേച്ചി. ഹായ് നീതു മോളെ. കുഞ്ഞാവനെ കണ്ടോ? കുഞ്ഞാവെ എണീറ്റിരിക്കാണ്. കുഞ്ഞാവേ, കുഞ്ഞിപ്പെണ്ണെ, മേമയുടെ ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ടുണ്ട്. നോക്കിയേ നോക്കിയേ, മേമയുടെ ഫ്രണ്ട്സിനെ നോക്കൂ കുഞ്ഞാവേ. ഈ മേമയാണോ? ഈ കുഞ്ഞു മേമയാണ്. കുഞ്ഞാവയുടെ മേമമാരാ ഞങ്ങൾ എല്ലാവരും. ചേച്ചി, ഞങ്ങളുടെ ടീച്ചർ വന്നിട്ടുണ്ട്. ടീച്ചർ അവിടെ തന്നെ നിൽക്കുകയാണ്. കുഞ്ഞിനെ കാണാൻ ഇങ്ങോട്ട് പോയാ. ഓക്കെ, പിള്ളേർ കാണട്ടെന്ന് കരുതിയിട്ടാ. കുട്ടികളെ, ഇത് കൊടുത്തോളൂ, ബേബിക്കുള്ള ഗിഫ്റ്റാ. തരൂ ടീച്ചർ. ഇങ്ങത്താ ടീച്ചർ. നീതു, ഞാനല്ലേ ക്ലാസ് ലീഡർ, ഞാനല്ലേ ഗിഫ്റ്റ് കൊടുക്കേണ്ടത്. അതിങ്ങ് തരൂ. ഗിഫ്റ്റ് ആരായാലും കൊടുത്താൽ മതി, ക്ലാസ് ലീഡർ തന്നെ കൊടുക്കണമെന്നില്ല. ഞാൻ കൊടുത്താലും മതി. അതിങ്ങ് തരാനാ പറഞ്ഞത്. ഞാൻ ടീച്ചറിനോട് പറയൂട്ടോ. നിന്നെ ഇവിടെ ആർക്കും അറിയില്ല, എന്നെ എല്ലാവർക്കും അറിയാം. ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ കാണും ചെയ്യും എല്ലാവരും. നീതു, അതിങ്ങ് തരാനാ പറഞ്ഞേട്ടോ. സ്റ്റുഡൻസ്, എന്താ ഇത്? എല്ലാരും കൂടെ കൊടുക്കൂ. ടീച്ചർ പറഞ്ഞു കേട്ടില്ലേ, എല്ലാരും കൂടെ കൊടുക്കാന്. വാ. ഇതാ ചേച്ചി, കുഞ്ഞാക്കുള്ള ഗിഫ്റ്റാ. ഇതൊന്നും വേണ്ടായിരുന്നോ? ഇപ്പൊ തന്നെ ഒരുപാട് ഡ്രസ് ഉണ്ട്, ഇതൊന്നും വേണ്ടായിരുന്നോ? ബേബിനെ കാണാൻ വരുമ്പോ ഒന്നും വാങ്ങിക്കാതെ ഇങ്ങനെ വരിക, അതുകൊണ്ടാ. സ്റ്റുഡൻസ് പ്ലീസ് ഒന്ന് മാറി നിൽക്കൂ. ക്യൂട്ട് ബേബി. ബേബിക്ക് പേരിട്ടോ? ഇല്ലല്ല, 2 ദിവസം കഴിഞ്ഞ പേരിടുന്ന ചടങ്ങുണ്ട്. എന്താ, വല്ല പേരും കണ്ടുവച്ചിട്ടുണ്ടോ? അതൊന്നുമില്ല, ഇവിടെ പിള്ളേരെല്ലാരും കൂടിയിട്ട് എന്തെങ്കിലും പേരൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നത്. ഞങ്ങളാരും കണ്ടുവച്ചിട്ടില്ല, ഞങ്ങളിങ്ങനെ തെരഞ്ഞു നോക്കണം. ബേബി, കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദര കുട്ടിയായോ?
വർത്താനം പറഞ്ഞോ. കുളിച്ച് നല്ല സുന്ദര കുട്ടപ്പനായി ആരെ കുളിപ്പിച്ചത് ബേബിനെ? അമ്മമ്മയോ? ബേബി കുളിക്കുമ്പോ കരയോ? നിന്റെ മേമമാരുടെ ടീച്ചറാണ് ഞാൻ. പിന്നെ ഫ്രണ്ട്സ് നിങ്ങളെ കണ്ടോ? ഞങ്ങളെ ഇഷ്ടപ്പെട്ടോ നിനക്ക്? ഞങ്ങൾ കൊണ്ടുവന്ന ഡ്രസ് ഇഷ്ടപ്പെട്ടോ നിനക്ക്? ഡ്രസ് ഇടണം കേട്ടോ. ആ പറ മോളെ. ആ പറഞ്ഞു കുഞ്ഞിപ്പന്നെ. ഞാനേ ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. ഞാൻ ഇടക്കിടക്ക് വരട്ടെ എന്റെ കൂടെ കളിച്ചാനൊക്കെ. എന്റെ കൂടെ കളിച്ചില്ലയോ? എന്റെ വീട്ടില് കുറെ പശുണ്ട്, ആടുണ്ട്, ആടുങ്ങളൊക്കെ ഉണ്ട്. ഇത് കാണാൻ വരുമോ? കളിക്കാനൊക്കെ വരുമോ? ഞാന് വലിയ കുട്ടിയായിട്ട് വരാ പറ ചേച്ചിയോട്. ആ വന്നില്ലെങ്കിൽ ഞങ്ങൾ പൊക്കിയെടുത്തോണ്ട് കൊണ്ടുപോകും എന്റെ കുടിക്ക്. ഇതൊക്കെ മേമയുടെ ഫ്രണ്ട്സ് ആട്ടാ. ഇത് ടീനു, ഇത് എലീന, അത് നീതുമോള്, അത് നിഖില്, പിന്നെ അത് അജയ്. എല്ലാവരും കുഞ്ഞാവിനെ കാണാൻ വന്നിക്ക. കുഞ്ഞാവ് അവരോടൊക്കെ സംസാരിച്ചേ. നിങ്ങൾ നാളെ സ്കൂളിലേക്ക് വരില്ലേ? നാളെ ഞായറാഴ്ച ആയിട്ട് നിനക്ക് സ്കൂൾ തുറന്നു വെച്ചിരിക്കണോ? ഞാൻ ഞായറാഴ്ച എന്ന് പറഞ്ഞതല്ല, തിങ്കളാഴ്ചത്തെ കാര്യം ചോദിച്ചത്. നാളെ എന്ന് വെച്ചാൽ തിങ്കളാഴ്ച കൂടി അർത്ഥമുണ്ട്. അതിന് അങ്ങനെ ചോദിക്കണേന്ന്. തിങ്കളാഴ്ച നിങ്ങൾ സ്കൂളിലേക്ക് വരുന്നുണ്ട്, അല്ലെ നാളെ നിങ്ങൾ സ്കൂളിലേക്ക് വരുന്നുണ്ട്. തിങ്കളാഴ്ച സ്കൂളിലോട്ട് വാ. ശബ്ദിച്ചിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരാം നിങ്ങൾ. അവരുടെ ലീഡർ വന്നിരിക്കുന്നു. വലിയ ആളാന്ന് വിചാരം. പോട്ടെ നീതു, വിറ്റുകളാ ചുമ്മാ ചൊറിഞ്ഞോണ്ടിരിക്കടി. ഹായ് ടീനു, എന്നെ ഓർമ്മയുണ്ടോ? ആ ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ഇവരുടെ കൂടെ കണ്ടിട്ടുണ്ട്. നിന്റെ മുടി ഇപ്പോൾ ഇതേ ഹെയർ സ്റ്റൈലാണല്ലേ? നല്ല ഭംഗിയുണ്ട് കാണാൻ. എനിക്ക് ഇത് തന്നെ ഇഷ്ടം. അതില് ഞാൻ ഇങ്ങനെ വളർത്തിയിരിക്കുന്നത്. ചേച്ചിയുടെ മുടി കാണാൻ നല്ല സൂപ്പറാ. നിന്നെ കാണാനും നീ സുന്ദരിയാ. എന്ത് ചന്ത കാണാന്. കവളൊക്കെ ചുവന്ന് തൊടുത്തിട്ട്. വാവ് സൂപ്പർ. അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിലെ കൊറിയൻ സുന്ദരി നമ്മുടെ ടീനു തന്നെ അല്ലേ ടീനു? ഒന്ന് പോടാ. അവന്റെ ഒരു കൊറിയൻ സുന്ദരി. ഈ ക്ലാസ്സിലോട്ട് വാടാ. ഇജെന്താടി പാറു പന്തങ്ങണ്ട പരിചയ പോലെ നിൽക്കണത്? നീ പറഞ്ഞത് കേട്ടില്ലേ അവൻ? അവൾ കൊറിയൻ സുന്ദരിയാണെന്ന്. ഓനങ്ങനെ പലതും പറയും. അതൊന്നും നമ്മൾ ചെവിടെ കേൾക്കണ്ട. ആ ഒരു കൊറിയൻ സുന്ദരി വന്നിക്കണ്. അപ്പൊ അവള് കൊറിയൻ സുന്ദരി ഒന്നല്ലല്ലേ? ഈ ചോളയൊന്ന് നോക്കിയോക്ക്. താനീ ബൊമ്മയുടെ പോലെ തന്നെ കണ്ടോ? അവളെ മുഖത്തേക്ക് നോക്കിയോക്ക. താനീ നമ്മള് പോയി പിടിയെന്ന് വരിക്കണ ബൊമ്മക്കുട്ടില്ലേ? അതുപോലെ തന്നെയല്ലേ? അടി ഞാൻ ഇപ്പഴതിനെ ശ്രദ്ധിക്കുന്നുട്ടോ. അതെ, അതുമാതിരി തന്നെ. ഇവർ രണ്ടുപേരും എന്തിനാ എന്നെ ഇങ്ങനെ നോക്കി ചിരിക്കുന്നത്? ഇവിടെ മാറ്റി ഞാൻ കൊറിയൻ സുന്ദരി എന്ന് പറഞ്ഞത് അത്രണ്ട് സഹിച്ചില്ലെന്ന് തോന്നുന്നു. ഇവരെന്തെങ്കിലാണോ കിടന്ന് കിളിക്കുന്നുണ്ട്? എന്താ പാറു, എന്താ ഇങ്ങനെ ചിരിക്കുന്നത്? അല്ല, നീ നമ്മുടെ ക്ലാസ്സിലെ കൊറിയൻ സുന്ദരിയല്ലേ? അപ്പൊ ഞാനൊന്ന് നോക്കിയതാ നിന്നെ. എന്ത് ചെയ്യാനാ? ഫാൻസ് ആണ്, ഫാൻസ്. ഓ ഫാൻസ്. എല്ലാരും വരൂ, നമുക്കല്പം ജ്യൂസ് കുടിച്ചാലോ? പാറു, എല്ലാരും വിളിച്ചിട്ട് വാ. ടീച്ചറെ, ഇനി നമുക്ക് ജ്യൂസ് കുടിക്കാം. വാ വാ, എല്ലാരും വാ. നമ്മുടെ കൊറിയൻ സുന്ദരിയും വായോ. മൈൻഡ് വെക്കണ്ട. എല്ലാരും കുഞ്ഞാവിനെ കണ്ടാ? ഓ കുഞ്ഞാവിനൊക്കെ ഞങ്ങൾ കണ്ടു. ആ ചക്കിമോള് ഈ പരിസരത്തൊക്കെ വന്നല്ലോ ഇപ്പോഴെങ്കിലും. എന്തിനാ കുഞ്ഞാവ് കാട്ടുന്നത്? ദാ കുഞ്ഞാവ് അതവിടെ എണീറ്റിരുന്നിട്ട് ടീച്ചറോട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക. നീ വീട്ടിലായിട്ട് കുഞ്ഞാവിടെ അടുത്തൊന്നും വരത്തില്ലേ? ചക്കിമോള് എപ്പോഴും ഇവിടെ തന്നെയായിരുന്നു. ഒരു ദിവസം എന്റെ മോൾ അവൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തു. അതിനുശേഷം അവളെ ഇങ്ങോട്ട് കേറിയിട്ടേ ഇല്ല. അതെന്ത് ഗിഫ്റ്റാ ചക്കി? അയ്യോ പറയില്ലേ, പറയില്ല ചേച്ചി. അതെന്താ? അത് കുഞ്ഞാവ് ചക്കിമോളുടെ മടിയിലാണ് അപ്പിട്ടത്. കുട്ടിക്കറിയാ കുട്ടിയുടെ ക്ലോസറ്റ് എവിടെയെന്ന്. എല്ലാവർക്കും ജ്യൂസ് കൊടുത്തിട്ടുണ്ട് അമ്മ. വാ ടീച്ചറെ, ജ്യൂസ് കുടിക്കാൻ വായോ. ആ ദാ വരുന്നു ചക്കി. ജ്യൂസ് കുടിക്കെല്ലാരും. എല്ലാരും ജ്യൂസ് കുടിക്കി. എനിവേ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു നിങ്ങളെ എല്ലാവരെയും. എന്തായാലും തിങ്കളാഴ്ച എല്ലാവരും സ്കൂളിലോട്ട് വരണം കേട്ടോ. മുടങ്ങാൻ പാടില്ല. ലീവ് എടുക്കരുത് കുഞ്ഞാവുള്ളതിനാൽ. ഞങ്ങൾ എന്തായാലും വന്നോളാം. ഹായ് ചൈതന്യ, ഹായ് അക്ഷര, ഹായ് ഫാത്തിമ, സിയ, സുൽഫ, ഹായ് ഷിഹാബുദ്ദീൻ, ഹായ് ദുർഗ, ഹായ് നിവ്യ ബിനോയ്, ഹായ് ഹെസ, ഹായ് നിവിൽ, ഹായ് റന, ഹായ് ഐഷ, ഹായ് ഇഷ മെഹബിൻ, ഹായ്. അപ്പൊ എല്ലാവർക്കും ഒരു ബിഗ് ഹായ്. ലവ് യു ഓൾ. വീഡിയോസ് ഒക്കെ